കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ പഠിച്ചായിരുന്നു. അതായത് ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കോഷ്യന്റ്. അതിലും ശ്രദ്ധിക്കേണ്ട സംഗതി പവർ ഫംഗ്ഷൻ വരുമ്പോൾ പവർ 2 ഇവിടെ ഫംഗ്ഷൻ വരുന്നു, ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ്. ഈ പവർ ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് വന്നാൽ ഇവിടെ എന്ത് വേണേലും വരാം. പവർ ഫംഗ്ഷൻ എക്സിൽ അല്ലെങ്കിൽ വൈ അങ്ങനെ ഫംഗ്ഷൻ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പം പവർ ഫംഗ്ഷൻ എന്നാൽ വേറെ ഒരു മാർഗ്ഗമില്ല. e⁻x e⁻x ഫംഗ്ഷൻ വരാം. വേറെ ഏത് വന്നാലും നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ബുദ്ധിമുട്ടുള്ള പ്രോഡക്റ്റ്, ഡിവിഷന്, പിന്നെ ഈ പവർ ഫംഗ്ഷൻ വരും. ഈ 3 കേസിലാണ് നമ്മൾ ഈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുകയും ചെയ്തായിരുന്നു. ഇനി ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, log x raised to x പ്ലസ് x raised to log x. ഇവിടെ 2 ടേമുള്ള log x ഹോൾ റേസ് ടു x, അപ്പം പവർ x വന്നു. ഇവിടെ x റേസ് ടു log x, അപ്പം പവർ ആയിട്ട് log x വന്നു. എന്താണേലും ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ, പവർ ഫംഗ്ഷൻ വന്നതുകൊണ്ട്. പക്ഷെ നമുക്കപ്പോൾ ഇതിനെ y എന്ന് കൊടുക്കാം. y ഈസ് ഇക്വൽ ടു log x ഹോൾ റേസ് ടു x പ്ലസ് x റേസ് ടു log x. നമ്മൾ y എന്ന് കൊടുത്തു. ഇനി നമ്മൾ log y എടുത്താലുള്ളൊരു പ്രശ്നം റൈറ്റ് സൈഡ് നോക്കുക. രണ്ടെണ്ണത്തിന് സമ്മ ലോഗിൻ്റെ അകത്ത് സമ്മ് വന്നാൽ നമുക്കതിനെ മാറ്റി എഴുതാനായിട്ട് പ്രോപ്പർട്ടി ഒന്നും ഇല്ല. ലോഗിൻ്റെ അകത്ത് പ്രോഡക്റ്റോ കോഷ്യൻ്റോ പവറോ വന്നാൽ നമുക്ക് മാറ്റാം. അല്ലാതെ സമ്മോ ഡിഫറൻസോ അങ്ങനെ വന്നാൽ നമുക്ക് മാറ്റി എഴുതാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പം നേരിട്ട് നമുക്ക് ലോഗരിതം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. നേരിട്ട് ലോഗരിതം അപ്ലൈ ചെയ്താൽ log of a plus b ഫോമില വരും. അന്നേരം നമുക്ക് അതിന് പ്രോപ്പർട്ടി ഒന്നും ഇല്ല. പക്ഷേ പവർ എക്സ് ലോഗ് എക്സ് ഒക്കെ വന്നതുകൊണ്ട് ലോഗരിതം ഉപയോഗിച്ച് ചെയ്യാനും പറ്റുന്നുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പം പവർ ഫങ്ഷൻസ് വരുന്ന 2-3 ടേംസിൻ്റെ സമ്മായിട്ടോ സമ്മോ ഡിഫറൻസോ ഒക്കെ വന്നാൽ, പ്രോഡക്റ്റോ കോഷ്യൻ്റോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. സമ്മോ ഡിഫറൻസോ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഡയറക്റ്റ് ലോഗരിതം എടുക്കരുത്. ഡയറക്റ്റ് ലോഗരിതം എടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് കിടക്കുന്നതിന് u ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, സെക്കൻഡ് കിടക്കുന്നതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, v എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു u പ്ലസ് v എന്ന് എടുക്കാം. u എന്ന് പറയുന്നത് ആദ്യത്തേത് log x ഹോൾ റേസ് ടു x, v എന്ന് പറയുന്നത് രണ്ടാമത്തേത് x റേസ് ടു log x. തൽക്കാലം അങ്ങനെ എടുക്കുക, എന്നിട്ടേ ചെയ്യാവുള്ളൂ. ദെൻ നമുക്ക് കണ്ടുപിടിക്കാൻ dy ബൈ dx ആണ്. ഇതിനെ ഫുൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dy ബൈ dx എന്ന് പറയുന്നത് ആദ്യം യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു x du ബൈ dx പ്ലസ് അടുത്ത v dv ബൈ dx. നമ്മളിനി യുവും വിയും സെപ്പറേറ്റ് എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. എന്നിട്ട് ആ ഇക്വേഷൻ നമ്പർ 1ലേക്ക് 2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആദ്യം നമ്മൾ u എടുക്കുക. u ഈസ് ഈക്വൽ ടു log x ഹോൾ റേസ് ടു x. ഇവിടെ ഇപ്പം നോക്കുക, നമുക്ക് ഡയറക്റ്റ് ലോഗരിതം എടുക്കാം. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലോഗരിതം എടുക്കുക. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ log u ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് log x ദ ഹോൾ റേസ് ടു x. ഇനി ഇവിടെ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. log ഓഫ് a റേസ് ടു b ഫോമിലല്ലേ, അപ്പം b ഇൻറ്റു log എന്നുള്ള ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പം x ഇൻറ്റു log ഓഫ് log x, ഈ പവർ x ഇൻറ്റു ബാക്കി കംപ്ലീറ്റ് log ഓഫ് log x. ഇനി നമ്മൾ രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പം d ബൈ dx ഓഫ് log u എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് x ഇൻറ്റു log ഓഫ് log x ആണ്. x ഇൻറ്റു വന്നുകൊണ്ട് പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. അപ്പം നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. x ഇൻറ്റു d ബൈ dx ഓഫ് log ഓഫ് log x പ്ലസ് log ഓഫ് log x ഇൻറ്റു d ബൈ dx ഓഫ് x. പ്രോഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് log യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. u അവിടെ, ഇവിടെ u ഇവിടെ x ആണ്. അപ്പം ചുമ്മാ എഴുതാൻ പറ്റത്തില്ല, ശ്രദ്ധിച്ചോണം. ഇവിടെ ചെയിൻ റൂൾ ഉപയോഗിക്കണം. ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലോഗിൻ്റെ ഡെറിവേറ്റീവ് log x വന്നാൽ 1/x. അപ്പോൾ ഇവിടെ log 1/x വരെ u കൊടുക്കണം. log u അല്ലേ, log u 1/u ഇൻറ്റു ഇനി യുവിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു x du ബൈ dx ഈക്വൽ ടു x ഇൻറ്റു
ഇവിടെ ചെയിൻ റൂൾ ഉപയോഗിക്കണം. ആദ്യം ഈ വെളിയിലുള്ള ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ log x. നമ്മൾ ചെയിൻ റൂൾ വിശദമായിട്ട് പഠിച്ചാണ്. നമ്മൾ ഇതിനെ ഡയറക്റ്റ് ചെയ്യാം. ലോഗിന്റെ ഡെറിവേറ്റീവ് 1 അകത്ത് കിടക്കുന്ന ഫുള്ള് log x ഇൻറ്റു ഈ അകത്തുള്ള log xന്റെ ഡെറിവേറ്റീവ് 1/x, എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കൊടുക്കും, പ്ലസ് log x ഇൻറ്റു 1, log x ഇൻറ്റു 1. ഇനി നമ്മൾ du/dx യുവിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. du/dx ഈക്വൽ ടു u ഇൻറ്റു എക്സും എക്സും വെട്ടിപ്പോയിട്ട് 1/log x എഴുതുള്ളൂ. 1/log x പ്ലസ് log x ഇത്രയും കിട്ടി. അപ്പോൾ u ഇൻറ്റു 1/log x പ്ലസ് log x കിട്ടി നമുക്ക് du/dx. ഇനി ഇതുപോലെ തന്നെ v എടുത്ത് dv/dx കണ്ടുപിടിക്കാം. ഇത് ക്ലിയർ ആയാലും u എടുത്ത് നമ്മൾ ലോഗരിതം ഡിഫറൻഷിയേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്താൽ അതുപോലെ ചെയ്താൽ മതി. ഇനി ഇതുപോലെ തന്നെ v എടുത്ത് ചെയ്യാൻ പോവാം. v ഈസ് ഈക്വൽ ടു നമുക്കറിയാം v എന്ന് പറയുന്നത് x റേസ് ടു log x ആണ്. v ഈസ് ഈക്വൽ ടു x റേസ് ടു log x, x റേസ് ടു log x. രണ്ട് സൈഡിൽ ലോഗരിതം അപ്ലൈ ചെയ്യാം. log v ഈസ് ഈക്വൽ ടു log ഓഫ് x റേസ് ടു log x. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. പവർ log x ആണ്, പവർ ഇവിടെ log x, ആ പവർ ഇൻറ്റു log x ഇൻറ്റു ബാക്കിയുള്ള log x. എഴുതി വരുമ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് ഇവിടെ കിടക്കണം കേട്ടോ. പവർ log x ഇൻറ്റു ബാക്കി log x. ഇനി ഡിഫറൻഷിയേറ്റ് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d/dx ഓഫ് log v ഈസ് ഈക്വൽ ടു d/dx ഓഫ് log x ഇൻറ്റു log x. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? റൈറ്റ് സൈഡ് പ്രോഡക്റ്റ് റൂളാണ്. ഇനി d/dx ഓഫ് log u ചെയ്തതുപോലെ തന്നെ 1/u du കിട്ടിയില്ല, du/dx. അതുപോലെ തന്നെ ഇവിടെ 1/v dv/dx കിട്ടും. ലോഗിൻ്റെത് 1/v. ഡെറിവേറ്റീവ് ഓഫ് v വിത്ത് റെസ്പെക്ട് ടു x ന്റെ dv/dx ഈക്വൽ ടു ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. log x ഇൻറ്റു d/dx ഓഫ് log x പ്ലസ് തിരിച്ചു log x ഇൻറ്റു d/dx ഓഫ് log x. That is dv/dx equal to ഇത് ഞാൻ ഇങ്ങോട്ട് ഇത് പിന്നെ ആവശ്യമുള്ളതുകൊണ്ട് അത് മാറ്റിയിട്ടതാണ്. dv/dx equal to v അപ്ലൈ കൊണ്ടുപോകും. v ഇൻറ്റു ഡിഫറൻഷിയേറ്റ് ചെയ്യാം log x ഇൻറ്റു log xന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് അഗൈൻ log x ഇൻറ്റു log xന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ നമുക്ക് log x/x പ്ലസ് log x/x വരും. രണ്ടെണ്ണം വരും. 2 log x/x ദാറ്റ് ഈസ് ഈക്വൽ ടു v യുടെ വാല്യൂ കൊടുക്കുന്നു. v യുടെ വാല്യൂ x റേസ് ടു log x, x റേസ് ടു log x ഇൻറ്റു രണ്ട് പ്രാവശ്യം ഉണ്ട്. അപ്പം 2 log x/x വരും. അപ്പോൾ നമുക്ക് du/dx നമ്മൾ ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് du/dx. യുവിൻ്റെ വാല്യൂ നമ്മൾ നോക്കില്ലായിരുന്നു. ഇവിടെ യുവിൻ്റെ വാല്യൂ കൂടെ കൊടുക്കണേ. യുവിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ യു എന്ന് പറയുന്നത് log x റേസ് ടു x അല്ലേ, അതോടെ കൊടുക്കണം. log x റേസ് ടു x ഇൻറ്റു 1/log x പ്ലസ് log ഓഫ് log x. ഇതാണ് du/dx. du/dx equal to log x റേസ് ടു x ഇൻറ്റു 1/log x പ്ലസ് log ഓഫ് log x. dv/dx നമ്മൾ ചെയ്തത് dv/dx equal to x റേസ് ടു log x ഇൻറ്റു 2 log x/x. ഇനി ഈ രണ്ട് വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ടു ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഇതുണ്ടോ ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ രണ്ട് വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡ് dy/dx ഈക്വൽ ടു ആദ്യം du/dx നമുക്ക് ഈ കിട്ടിയ വാല്യൂ എഴുതണം. log x റേസ് ടു x ഇൻറ്റു 1/log x പ്ലസ് log ഓഫ് log x. ഇതാണ് du/dx പ്ലസ് dv/dx. dv/dx x റേസ് ടു log x 2 log x/x. ഇത് പ്ലസോ മൈനസോ വന്നാൽ അതിനെ യു വി ഇനി വേറെ ഡബ്ല്യൂയും കൂടി എടുക്കാം. അപ്പോൾ 3 തവണ ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ 2 ഉള്ളതുകൊണ്ട് ആദ്യത്തെ യു എടുത്ത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്ത് du/dx കാണുന്നു. അടുത്ത ബി എടുത്ത് അതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത x plus 1/x whole raised to x, x plus 1/x the whole raised to x plus x raised to 1 plus 1/x. x plus 1/x whole raised to x കണ്ടോ പവർ x വന്നു. അതുപോലെ തന്നെ അടുത്തത് x ന് പവർ ആയിട്ട് 1 plus 1/x വന്നു. അപ്പം പവർ ഫംഗ്ഷൻ ഓഫ് x ആണ്.
അപ്പോൾ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം. പക്ഷേ ഇടയ്ക്ക് ഒരു പ്ലസ് കിടക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് ലോഗരിതം എടുക്കരുത്. രണ്ടായിട്ട് എഴുതി ഇപ്പം ചെയ്ത പോലെ യുവും വിയും എഴുതി വേണം ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ വൈ എന്ന് എടുക്കുന്നു. വൈ യു പ്ലസ് വി എന്ന് കൊടുക്കുന്നു. യു പ്ലസ് വി, യു എന്ന് പറയുന്നത് ആദ്യം എഴുതിയത് യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/x റേസ് ടു എക്സ്. വി എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1 + 1/x. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. therefore dy by dx നമ്മൾ ചെയ്ത പോലെ തന്നെ dy by dx equal to du by dx plus dv by dx. ഇക്വേഷൻ നമ്പർ 1 കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഇനി യു എടുത്ത് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നു. യു എന്ന് പറയുന്നത് x plus 1/x the whole raised to x അല്ലേ. രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുക. then ലോഗരിതം എടുക്കുക. log u is equal to ലോഗരിതം ഓഫ് x plus 1/x the whole raised to x. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ x into ലോഗരിതം ഓഫ് x plus 1/x ഇങ്ങനെ കിട്ടും. നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. ലെഫ്റ്റ് സൈഡിൽ log u ആ, ഞാൻ ഡയറക്റ്റ് ഡെറിവേറ്റീവ് അങ്ങ് എടുക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. രണ്ട് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ log യുവിൻ്റെ ഡെറിവേറ്റീവ് log u നമ്മൾ മുമ്പേ ക്വസ്റ്റ്യൻ ചെയ്ത ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/u, യുവിൻ്റെ ഡെറിവേറ്റീവ് du by dx ഈക്വൽ ടു റൈറ്റ് സൈഡ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x ഇൻറ്റു d by dx ഓഫ് log of x plus 1/x പ്ലസ് log of x plus 1/x ഇൻറ്റു dx by dx എന്ന് കിട്ടും. അങ്ങനെ കിട്ടും. that is 1/u du by dx equal to x ഇൻറ്റു ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/, അപ്പോൾ ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/, അത് ഫുള്ള് വരും. x plus 1/x ഫുള്ള് വരും. ഇൻറ്റു ഈ x plus 1/xൻ്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കാം. x plus 1/xൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇവിടെ സൈഡിൽ നിന്ന് എഴുതാം x plus 1/x ആ. x plus 1/xൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അത് ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. log of x plus 1/x അല്ലേ, ലോഗും ഉണ്ട് x plus 1/x ഉണ്ട്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ ചെയ്യുന്നുള്ളൂ 1/, ആ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ x plus 1/x ആ. ഈ x plus 1/xൻ്റെ ഡെറിവേറ്റീവ് x plus 1/x എന്ന് വെച്ചാൽ x raised to -1. 1/xനെ x raised to -1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് -1 ഇൻറ്റു x raised to -1 n x raised to n -1 അല്ലേ x raised to n ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 1/x എന്ന് വെച്ചാൽ x raised to -1 ആണ്. x raised to n ഫോമിൽ എഴുതും. x raised to n ൻ്റെ ഡെറിവേറ്റീവ് n -1 ഇൻറ്റു x raised to n -1 -1 ഇൻറ്റു x raised to -1 എന്ന് വരും. അപ്പോൾ -1 -2 വരും. അപ്പോൾ 1 പ്ലസ് മൈനസ് x raised to -2 എന്ന് വരും. അങ്ങനെ എഴുതാം. 1/xനെ x raised to -1 എന്ന് എഴുതിയിട്ട് x raised to n ൻ്റെ ഡെറിവേറ്റീവ് n x raised to n -1. അപ്പോൾ -1 ഇൻറ്റു x raised to -1 അങ്ങനെയാണ് -2 വന്നു. അത്രയും വരും. പിന്നെ log of x plus 1/x into 1. ഇനി du by dx equal to u into x into 1 minus x raised to -2 എന്ന് എഴുതാം by x plus 1/x plus log of x plus 1/x ഇനി എഴുതാം u into ഈ യുവിന് വാല്യൂ കൊടുക്കാം. that is du by dx equal to യുവിൻ്റെ വാല്യൂ x plus 1/x the whole raised to x into 1 minus x raised to -2 by x plus 1/x plus log of x plus 1/x. ഇങ്ങനെ du by dx കിട്ടി. ഇതവിടെ കിടക്കട്ടെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. du by dx കിട്ടി. ഇതുപോലെ തന്നെ v എടുത്ത് ചെയ്യുക. v is equal to ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ v എന്ന് പറയുന്നത് നോക്കുക x raised to v is equal to x raised to 1 plus 1/x ആണ്. നമ്മൾ രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുന്നു. log v is equal to log of x raised to 1 plus 1/x. നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ പവർ 1 plus 1/x ആണ്. 1 plus 1/x ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടോണേ log x. ഈ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റ് ആദ്യം log v യുടെ ഡെറിവേറ്റീവ് എടുക്കുക. ലോഗിൻ്റെത് 1/v ഇൻറ്റു v യുടേത് dv by dx
ഈക്വൽ ടു അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണേ 1 പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് തിരിച്ച് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് 1 ബൈ എക്സ് നമ്മൾ ദാറ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു വി ഇൻറ്റു വലിയൊരു ബ്രാക്കറ്റ് ഇൻറ്റു 1 പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് അത് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് അറിയാലോ 0 പ്ലസ് 1 ബൈ എക്സ് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചെയ്തത് എക്സ് റേസ് ടു മൈനസ് -1ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് എക്സ് റേസ് ടു -2 ഇങ്ങനെ മൈനസ് എക്സ് റേസ് ടു -2 that is dv by dx equal to v ക്ക് വാല്യൂ കൊടുക്കുന്നു x raised to 1 plus 1 by x into 1 plus 1 by x into 1 by x ഇത് പ്ലസ് ആ പ്ലസ് ഉണ്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരും മൈനസ് എക്സ് റേസ് ടു -2 ഇൻറ്റു ലോഗ് എക്സ് അപ്പം ഡി യു ബൈ ഡി എക്സും കിട്ടി ഡി വി ബൈ ഡി എക്സും കിട്ടി ഇത് രണ്ടും കൂടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി therefore dy by dx equal to ഇതിൻ്റെ അതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല നിങ്ങൾ കൊടുത്താൽ മതി dy by dx equal to എന്ന് എഴുതുക എന്നിട്ട് ഡി യു ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഈ കിടക്കുന്ന വാല്യൂ മുഴുവൻ കൊടുക്കുക 1x plus 1 by x all raised to x into this one ഫുള്ള് പ്ലസ് ഡി വി ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ ഫുള്ള് കൊടുക്കുക x raised to 1 plus 1 by x into 1 plus 1 by x into 1 by x etc. നമ്മൾ കൊടുത്താൽ അണ്ടർലൈൻ ചെയ്താൽ മതി. രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നു നമ്മൾ അതിൻ്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അതുപോലെ തന്നെ എക്സ് ഇൻറ്റു കോസ് എക്സ് ഹോൾ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സ്. ഇവിടെ നമ്മൾ ഇതിന് y എന്ന് എടുക്കുന്നു, y ഈക്വൽ ടു യു പ്ലസ് വി എന്ന് കൊടുക്കുന്നു, y ഈസ് ഈക്വൽ ടു യു പ്ലസ് വി എന്ന് കൊടുക്കുന്നു. യു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് എക്സ് ഇൻറ്റു കോസ് എക്സ് റേസ് ടു എക്സും വി എന്ന് പറയുന്നത് സെക്കൻഡ് വരുന്നത് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഹോൾ റേസ് ടു 1 ബൈ എക്സും ഒരേ കാര്യം തന്നെയാണ്. then dy by dx equal to du by dx plus dv by dx ഇക്വേഷൻ നമ്പർ 1 ഓരോന്നും എടുത്ത് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യത്തേത് u is equal to x cos x whole raised to x, then log u is equal to നമ്മളിവിടെ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പ്രോപ്പർട്ടി അങ്ങ് എഴുതുക. ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ പവർ x ഇൻറ്റു log of x cos x all raised to x അല്ലേ, പവർ x ഇൻറ്റു ബാക്കിയുള്ള ലോഗരിതം അത് അല്ലെ എഴുതിക്കും. x log of x cos x the whole raised to x. നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ log u is equal to പവർ x ഇൻറ്റു log of x cos x. ഇവിടെ ശ്രദ്ധിക്കുക, ലോഗിൻ്റെ അകത്ത് x ഇൻറ്റു കോസ് എക്സ്, ലോഗിൻ്റെ അകത്ത് പ്രോഡക്റ്റ് വന്നേക്കാം. പ്രോഡക്റ്റ് വന്നാൽ നമുക്ക് ലോഗിനെ മാറ്റാം. പ്രോപ്പർട്ടി ഉള്ളതാ x ഇൻറ്റു log of a ഇൻറ്റു ബി എന്ന് വെച്ചാൽ log a പ്ലസ് log b അല്ലേ, അത് വെച്ച് നമ്മൾ എഴുതും log x പ്ലസ് log cos x, log x പ്ലസ് log cos x അങ്ങനെ എഴുതുന്നു. ഇനി വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ യു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പം ആദ്യം എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് പ്ലസ് തിരിച്ച് ലോഗ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഇനി ദാറ്റ് ഈസ് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു യു ഇൻറ്റു എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ലോഗിനെയും ചെയ്യണം കോസ് എക്സിനെയും ചെയ്യണം. ലോഗിൻ്റെത് 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് അത്രയും വരും. അത് പ്ലസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഇൻറ്റു 1 എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ദാറ്റ് ഈസ് യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി യു ബൈ ഡി എക്സ് ഇസ് ഇക്വൽ ടു യുവിൻ്റെ വാല്യൂ എക്സ് ഇൻറ്റു കോസ് എക്സ് റേസ് ടു എക്സ് കോസ് എക്സ് ഹോൾ റേസ് ടു എക്സ് ഇൻറ്റു
എക്സ് ഇൻറ്റു 1/x മൈനസ് ടാൻ എക്സ് എഴുതാം 1/x മൈനസ് ടാൻ എക്സ് പ്ലസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഇത്രയും വരും du/dx. ഇതുപോലെ തന്നെ dv/dx ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ dv/dx ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പവർ ഇവിടെ 1/x ആണ്. അപ്പോൾ 1/x ഇൻറ്റു വരും. 1/x വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെയായി പോകും എക്സ്. അപ്പോൾ നിങ്ങൾ അവിടെ കോഷൻ റൂൾ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. 1/x ഇപ്പോൾ എക്സ് ഇൻറ്റുവിന് വരും ഡിവൈഡഡ് ബൈ എക്സ് ആവും. ഞാൻ നോട്ടിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും. ഡിവൈഡഡ് ബൈ എക്സ് ആകുമ്പോൾ ഇനി ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തെടുത്ത് കോഷൻ റൂൾ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ dv/dx കാണാം. ഒരേ കാര്യം തന്നെ ഇപ്പോൾ നമ്മൾ 3-4 ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, റെപ്പറ്റേഷൻ ഒത്തിരി വേണ്ടല്ലോ. അപ്പോൾ dv/dx ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് റൂളിന് വരെ കോഷൻ റൂൾ ആവുന്നേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇത് രണ്ടും കൂടെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് തന്നെ ചെയ്തു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ find dy/dx if x raised to y plus y raised to x equal to 1. ഇവിടെ y equal to എന്ന് പറഞ്ഞല്ല, ഒരു ഇക്വേഷനാണ്. ഇംപ്ലിസിറ്റ് ഫോം, നമ്മൾ നേരത്തെ പഠിച്ച ഇംപ്ലിസിറ്റ് ഫോമിലെ ഒരു ഇക്വേഷൻ, എക്സും വൈയും കലർന്ന ഒരു ഇക്വേഷനാണ് വന്നിരിക്കുന്നത്. x raised to y plus y raised to x equal to 1. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. x raised to y പവർ y ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. y raised to x പവർ അവിടെ x ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പവർ ഫംഗ്ഷൻ വന്നാൽ ഉറപ്പിച്ചോണം ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പ്ലസ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ലോഗരിതം എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ യുവും വിയും കൊടുക്കുക. ഇപ്പോൾ എക്സ് റേസ് ടു വൈക്ക് യു എന്നും വൈ റേസ് ടു എക്സിന് വി എന്നും കൊടുക്കുക. പുട്ട് എക്സ് റേസ് ടു വൈ ഈസ് ഈക്വൽ ടു അല്ലെ യു ഈക്വൽ ടു എക്സ് റേസ് ടു വൈ ആൻഡ് വി ഈസ് ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. ദെൻ ഇക്വേഷൻ ഉള്ള യു പ്ലസ് വി ഈസ് ഈക്വൽ ടു 1 എന്നായിട്ട് മാറും. യു പ്ലസ് വി ഈക്വൽ ടു 1 ആയിട്ട് മാറും. ഇനി നമ്മൾ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ യുവിനെ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് du/dx പ്ലസ് dv/dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1ന്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 വരും. ഇക്വേഷൻ നമ്പർ 1 ഇങ്ങനെ വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് യു വി ഇപ്പം ചെയ്ത പോലെ തന്നെ യു വി എടുത്ത് സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പം യു എന്ന് പറയുന്നത് x raised to y ആണ്. Taking logarithm. Log u is equal to log x raised to y. അതായത് log u equal to y into log x. Then differentiate with respect to x. Differentiate. With respect to x ആണ്. log u ന്റെ ഡെറിവേറ്റീവ് 1/u du/dx. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. y into d/dx of log x plus log x into dy/dx. അപ്പോൾ du/dx എന്നുള്ളത് u into y into log x ന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് log x into dy/dx. നമ്മൾ വാല്യൂ കൊടുക്കുന്നു. u ന്റെ വാല്യൂ x raised to y ആണ്. x raised to y into y/x plus log x into dy/dx. ഇങ്ങനെ കിട്ടി. ഇപ്പം ചെയ്ത പോലെ തന്നെ എളുപ്പം. ഇനി ഇതുപോലെ തന്നെ v ചെയ്യുന്നുണ്ട്. v ചെയ്ത് dv/dx ഇതുപോലെ തന്നെ കാണുന്നത്. അപ്പോൾ നമുക്ക് du/dx ഇങ്ങനെ കിട്ടി. ഈ v എന്ന് പറയുന്നത് y raised to x അല്ലേ, രണ്ട് സൈഡിൽ log എടുക്കുന്നു. log v is equal to log എടുക്കുമ്പോൾ x into log y വരികയല്ലേ. ഇപ്പം എഴുതിയ പോലെ തന്നെ നോക്കിയാൽ മതി. കേട്ടോ, ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്ത് log v log y raised to x ആണ്. x into log y വരും. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. log v യുടെ ഡെറിവേറ്റീവ് 1/v dv/dx വരും. log v യുടെ ലോഗിന്റെ 1/v യും v യുടെ dv/dx. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം x into log y യുടെ ഡെറിവേറ്റീവ്. ഇനി സ്റ്റെപ്പ് എഴുതുന്നില്ല, ഞാൻ അങ്ങോട്ട് എഴുതുക. log y യുടെ ഡെറിവേറ്റീവ്. അപ്പോൾ ലോഗിനെയും ചെയ്യണം വൈയും ചെയ്യണം. ലോഗിൻ്റെത് 1/y. വൈയുടേത് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. y വരുമ്പോഴൊക്കെ dy/dx വരും. നമ്മൾ പാരാമെട്രിക് പഠിച്ചാൽ ഓർക്കുന്നുണ്ടല്ലോ. വൈയുടെ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ dy/dx വരും. യുവിൻ്റെ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ du/dx വരും. ശ്രദ്ധിച്ചോണ്ട് പ്ലസ് തിരിച്ച് x ഇൻറ്റു log y യുടെ ഡെറിവേറ്റീവ് എടുക്കും. തിരിച്ച് log y ഇൻറ്റു x ന്റെ ഡെറിവേറ്റീവ് 1. ഇനി dv/dx ഈക്വൽ ടു v ഇൻറ്റു x/y dy/dx പ്ലസ്
log y ഇങ്ങനെ കിട്ടും. ഇനി v യുടെ വാല്യൂ കൊടുക്കുക. dv/dx equal to v യുടെ വാല്യൂ y raised to x into x/y dy/dx plus log y. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഈ du/dx-ന്റെ dv/dx-ന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് dy/dx കണ്ടുപിടിക്കണം. അപ്പം നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്താൽ പോരാ. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് dy/dx എന്നാണ്. അപ്പം dy/dx കണ്ടുപിടിച്ച് എഴുതണം. പാരാമെട്രിക് ഫോം ആണ്. അപ്പം നമ്മൾ du/dx പ്ലസ് dv/dx ഈക്വൽ ടു 0 അല്ലായിരുന്നു ഇക്വേഷൻ നമ്പർ 1. 0. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. du/dx-ന്റെ വാല്യൂ ഇത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തേക്കാം. x⁻y കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുക. x⁻y ഇൻറ്റു y/x പ്ലസ് x⁻y ഇൻറ്റു log x ഇൻറ്റു dy/dx. അത് കഴിഞ്ഞു. ഇനി ഇവിടെ dv/dx എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു. പ്ലസ് y⁻x ഇൻറ്റു x/y ഇൻറ്റു dy/dx പ്ലസ് y⁻x ഇൻറ്റു log y. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു 0. dy/dx-ന്റെ ടേംസ് ഇവിടെ ഇട്ടുണ്ട്. ബാക്കി രണ്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ dy/dx അങ്ങ് കോമൺ എടുക്കുവാണ്. dy/dx ഇൻറ്റു dy/dx ഉള്ള ഓർമ്മ ഇതാ x⁻y ഇൻറ്റു log x പ്ലസ് ഇവിടെയുണ്ട് dy/dx y⁻x ഇൻറ്റു x/y ഈക്വൽ ടു ബാക്കി രണ്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് മൈനസ് വരും. മൈനസ് x⁻y ഇൻറ്റു y/x ഇവിടെയുണ്ട്. മൈനസ് y⁻x ഇൻറ്റു log y. dy/dx ഉണ്ടാക്കാം. dy/dx ഈക്വൽ ടു മൈനസ് x⁻y y/x മൈനസ് y⁻x log y ഡിവൈഡ് ബൈ x⁻y log x പ്ലസ് y⁻x ഇൻറ്റു x/y. ഇത്രയും ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച എല്ലാ മെത്തേഡ്സും കയറി വരാം. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചോണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ cos x raised to y equal to cos y raised to x. ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്ന് dy/dx കണ്ടുപിടിക്കണം. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫംഗ്ഷൻ പവർ ഫംഗ്ഷൻ cos x raised to y. ഇവിടെ cos y raised to x. ഇവിടെ ഇടയ്ക്ക് പ്ലസോ മൈനസോ ഒന്നുമില്ല. അപ്പം നമുക്ക് നേരിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആണെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് പ്ലസോ മൈനസോ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. യു ബി ഒക്കെ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ലെഫ്റ്റ് സൈഡിലും ഡയറക്റ്റ് ലോഗ് എടുക്കാം, റൈറ്റ് സൈഡിലും ഡയറക്റ്റ് ലോഗ് എടുക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ലോഗ് എടുക്കാം. ടേക്കിംഗ് ലോഗ് ചെയ്ത ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് log of cos x raised to y is equal to log of cos y raised to x എന്നുണ്ട്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. y ഇൻറ്റു log of cos x equal to x into log of cos y. Differentiate both sides with respect to x. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പം പ്രോഡക്റ്റോട് d/dx രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ രണ്ട് സൈഡിലും പ്രോഡക്റ്റോട് അപ്ലൈ ചെയ്യണം. അപ്പം y ഇൻറ്റു d/dx ഓഫ് log cos x പ്ലസ് log cos x ഇൻറ്റു dy/dx. ലെഫ്റ്റ് സൈഡ് ഇത് റൈറ്റ് സൈഡ് അതുപോലെ തന്നെ ഈക്വൽ ടു എക്സ് ഇൻറ്റു d/dx ഓഫ് log cos y പ്ലസ് log cos y ഇൻറ്റു dx/dx. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്ത് y ഇൻറ്റു log cos x-ന്റെ ഡെറിവേറ്റീവ് ലോഗിനെയും ചെയ്യണം cos x-നെയും ചെയ്യണം. ലോഗിൻ്റെത് 1/cos x ഇൻറ്റു cos x-ൻ്റെത് മൈനസ് sin x. ഇത്രയും വരും ആദ്യത്തെ. അടുത്ത പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. log cos x ഇൻറ്റു dy/dx അതങ്ങനെ തന്നെ ഇടും. പ്ലസ് ഈക്വൽ ടു പ്ലസ് അല്ല ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇവിടെ ശ്രദ്ധിക്കണം ലോഗിനെയും ചെയ്യണം കോസിനെയും ചെയ്യണം വൈയെയും ചെയ്യണം. ലോഗിൻ്റെത് 1/cos y, cos y-യുടേത് മൈനസ് sin y, y-യുടേത് dy/dx. അപ്പോൾ ഇവിടെ ഒരു dy/dx വരും.
ഇവിടെ എന്ന് വെച്ചാൽ എക്സ് ആയതുകൊണ്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, പക്ഷെ ഇവിടെ y ആണ്, അതുകൊണ്ട് വൈയുടെ ഡെറിവേറ്റീവ് dy/dx ആണ്. ശ്രദ്ധിച്ചോണം. പ്ലസ് log cos y ഇൻറ്റു 1. നമ്മൾ dy/dx ലെഫ്റ്റ് സൈഡ് ബാക്കി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇതിന് നമുക്ക് -y sin x by cos x tan x വരും, -y tan x വരും, പ്ലസ് log cos x dy/dx. ഇവിടെ അതുപോലെ തന്നെ -x tan y dy/dx വരും, പ്ലസ് log cos y. ഇപ്പം dy/dx ഇപ്പുറം കൊണ്ടുവന്നിട്ട് ബാക്കി അപ്പുറം കൊണ്ടുപോകാം. അപ്പം log cos x dy/dx മൈനസ് ഇപ്പുറം പ്ലസ് x tan y dy/dx ഈക്വൽ ടു റൈറ്റ് സൈഡിൽ log cos y ഉണ്ട്, ഇവിടെ ഈ y tan x അപ്പുറം കൊണ്ടുപോകാം, പ്ലസ് y tan x വരും. ഇനി dy/dx കോമൺ എടുക്കുക. dy/dx ഇൻറ്റു log cos x പ്ലസ് x tan y ഈക്വൽ ടു log cos y പ്ലസ് y tan x. ഇനി നമ്മൾ dy/dx ഈക്വൽ ടു log cos y പ്ലസ് y tan x ഡിവൈഡഡ് ബൈ log cos x പ്ലസ് y x tan y എന്ന് എഴുതിയാൽ മതി. അത്രയും ഉണ്ടായിരുന്നു, അപ്പോൾ ഡിവൈഡഡ് ബൈ വരും, അതുകൊണ്ട് തീരും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ x into y equal to e raised to x minus y. x into y equal to e raised to x minus y. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, ഒരു റൂളും ഇല്ലാതെ. ഇപ്പം ഡയറക്റ്റ് വേണേൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ പ്രോഡക്റ്റ് റൂൾ, ഇവിടെ e raised to ആയതുകൊണ്ട് ഫംഗ്ഷൻ പ്രശ്നമില്ല. e raised to എന്ത് വന്നാലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നതിൽ ഇച്ചിരി കൂടി എളുപ്പമുണ്ട് ലോഗരിതം എടുത്ത് ചെയ്യുവാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് പ്രോഡക്റ്റാണ്, ലോഗരിതം എടുക്കുന്നതിന് കുഴപ്പമില്ല. റൈറ്റ് സൈഡിൽ e raised to ആണ്, അവിടെയും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ലോഗരിതം എടുക്കാം. ഡയറക്റ്റ് മെത്തേഡിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ലോഗരിതം എടുത്തും ചെയ്യാം. ലോഗരിതം എടുത്ത് ചെയ്യുമ്പോൾ log of xy ഈക്വൽ ടു log of e raised to x minus y ഇങ്ങനെ വരും. log of xy, log of a എന്ന് വെച്ചാൽ log a പ്ലസ് log b അല്ലേ? അപ്പം log x പ്ലസ് log y വരും. log x പ്ലസ് log y ഈക്വൽ ടു, നമ്മൾ ലോഗിൻ്റെ ഒരു ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ട്. log e raised to x വന്നാൽ x, log e കൂടെ വന്നാൽ ഐഡന്റിറ്റി ക്യാൻസൽ ചെയ്ത് നോക്കുള്ളൂ. മിച്ചം ഇവിടെ എന്ത് വരുന്നോ അതേ വരുള്ളൂ. ലോഗും ഇയും അടുത്ത് വന്നാൽ അത് ക്യാൻസൽ, ഐഡന്റിറ്റി അത് ഇൻവേഴ്സ് ഫംഗ്ഷൻസാണ്, ക്യാൻസൽ ചെയ്ത് നോക്കുള്ളൂ. അപ്പോൾ ഈ ലോഗും ഇയും പോയിട്ട് മിച്ചം x മൈനസ് y വരുള്ളൂ. അതാണ് പറഞ്ഞാൽ ചെയ്യാൻ എളുപ്പമുണ്ട്, പ്രോഡക്റ്റുകളൊക്കെ എടുക്കുന്നതിന് എളുപ്പമുണ്ട്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് log x-ന്റെ ഡെറിവേറ്റീവ് 1/x വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് പ്രശ്നമില്ല. പ്ലസ് പക്ഷെ ഇവിടെ log y ആണ്. log y വരുമ്പോൾ ലോഗിൻ്റേത് 1/y, y-യുടേത് dy/dx ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇനി dy/dx ഇപ്പുറം ഉണ്ടോ, ഇതിനപ്പുറം ഉണ്ടോ? 1/y dy/dx പ്ലസ് dy/dx ഈക്വൽ ടു 1 മൈനസ് 1/x. dy/dx കോമൺ എടുത്തു, 1/y പ്ലസ് 1 ഈക്വൽ ടു 1 മൈനസ് 1/x. therefore dy/dx ഈക്വൽ ടു 1 മൈനസ് 1/x ബൈ 1/y പ്ലസ് 1. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് തീർന്നു. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.